ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ക്വാളിറ്റി ടൂൾസ് ആണ്. നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ ടോപ്പിക് ക്വാളിറ്റി ടൂൾസ് ആണ്. നമുക്ക് ആദ്യം എന്താണ് ക്വാളിറ്റി എന്ന് നോക്കാം. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ഏതൊരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കുമ്പോഴും നിങ്ങൾ അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തി മാത്രമേ വാങ്ങിക്കാറുള്ളൂ. അത് ഏതൊരു പ്രോഡക്റ്റ് ആയാലും, ഇപ്പോൾ എക്സ് ഓർ വൈ, അപ്പോൾ ഏത് പ്രോഡക്റ്റ് നിങ്ങൾ നോക്കുമ്പോഴും അതിന്റെ ക്വാളിറ്റി മസ്റ്റ് ആണ്. നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്താണ് വാങ്ങിക്കാറുള്ളത്. ക്വാളിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് എക്സലൻസ് എന്ന് പറയും. കാര്യം നമ്മൾ ഏതെങ്കിലും പ്രോഡക്റ്റ് നോക്കുമ്പോൾ അതിന്റെ ഒരു നല്ലതാണോ എന്ന് ഉറപ്പുവരുത്തി നിങ്ങൾ വാങ്ങിക്കുന്നു. അതാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ ജെയിംസ് ജൂറൻ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്, ക്വാളിറ്റി ഈസ് ഫിറ്റ്നസ് ഫോർ യൂസ്. കൂടുതൽ തവണയും എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. ചിലപ്പോൾ ചോദിക്കാറുണ്ട്, താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഡെഫിനേഷനാണ് ജൂറൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റി ഈസ് ഫിറ്റ്നസ് ഫോർ യൂസ് എന്ന് പറയുന്നത് ആര് പറഞ്ഞ ഡെഫിനേഷൻ ആണെന്ന്. ഇപ്പൊ ഇതില് ക്വാളിറ്റി ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തും. ഇപ്പൊ പട്ടാളത്തിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകാൻ നേരത്ത് നിങ്ങളുടെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് മത്സരത്തിൽ കോമ്പീറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ നല്ലതാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ക്വാളിറ്റി എന്നാണ് ഡോക്ടർ ജെയിംസ് ജൂറൻ പറഞ്ഞത്. എന്നാൽ എഡ്വേർഡ് ഡെമിംഗ് പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ മറ്റൊന്നാണ്. ക്വാളിറ്റി ഷുഡ് ബി എയിംഡ് അറ്റ് ദ നീഡ്സ് ഓഫ് ദി കസ്റ്റമർ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. നിങ്ങൾക്ക് ഇപ്പോഴായാലും ഫ്യൂച്ചറിലായാലും നിങ്ങളുടെ ആവശ്യങ്ങൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ മിക്കവാറും പറയും നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഉപയോഗത്തിന് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു സോപ്പോ അല്ല മറ്റെന്തെങ്കിലും എടുക്കാം. നിങ്ങൾ ആ പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്തു അത് ബെറ്റർ ആണ് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ പറയും ആ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതേസമയം ഫിലിപ്സ് ക്രോസ്ബി പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി ആസ് ദി കൺഫോമൻസ് ടു റിക്വയർമെന്റ്. കൺഫോമൻസ് എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻ ആണ്. നിങ്ങളുടെ ഓരോ പ്രോഡക്റ്റിന് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ആ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയാണ്. ഇതിൽ കൂടുതൽ തവണ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജെയിംസ് ജൂറന്റെ ഡെഫിനേഷൻ ആയിരുന്നു ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ISO ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. IS നിങ്ങൾക്കറിയാം, ഇപ്പം നിങ്ങളുടെ ഓരോ IT നമുക്ക് ISO നേടിയിട്ടുണ്ട്. ഇപ്പം ISO 9001 2008 ആണ്. ഇപ്പൊ അതിന്റെയൊക്കെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് അത് ISO 9001 2015 മാറും. വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷൻ അടുത്ത് നിങ്ങൾ സ്ക്രീൻ കാണുന്നത് Q ഈസ് ഈക്വൽ ടു P/E. Q എന്ന് പറയുന്നത് ക്വാളിറ്റി സൂചിപ്പിക്കുന്നു, P എന്ന് പറയുന്നത് പെർഫോമൻസിനെ സൂചിപ്പിക്കുന്നു, E എന്ന് പറയുന്നത് എക്സ്പെക്ടേഷനെ സൂചിപ്പിക്കുന്നു. ഈ ഡെഫിനേഷനും ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. Q ഈസ് ഈക്വൽ ടു P/E എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഉത്തരം P/E ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഒന്നിനേക്കാൾ വലുതാണെങ്കിൽ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് Q ഗ്രേറ്റർ ദാൻ 1. കസ്റ്റമർ ആ പ്രോഡക്റ്റിനെ കുറിച്ച് സാറ്റിസ്ഫൈ ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബൈക്ക്, നിങ്ങൾ ആശിച്ചിരുന്ന് വാങ്ങിക്കുന്ന ഒരു ബൈക്ക് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിലൊരു എക്സ്പെക്ടേഷൻ കാണും, ആ ബൈക്ക് ഓട്ടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ അത് വാങ്ങിച്ചു, യൂസ് ചെയ്തു, നിങ്ങൾ ഉദ്ദേശിച്ച ഒരു പെർഫോമൻസ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ എല്ലാവരും പറയുന്നത് ഒന്നുകിൽ ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ വണ്ടി കൊള്ളത്തില്ല. മറ്റൊരർത്ഥത്തിൽ പറയുന്നത് ക്വാളിറ്റി പോരാ എന്നാണ്. അതാണ് ISO ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഡെഫിനിഷൻ ഒന്ന് കാണാൻ പഠിച്ചിരിക്കുന്നത്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ISO ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏതാണ്? Q ഈസ് ഈക്വൽ ടു P/E, Q ഈസ് ഈക്വൽ ടു P ഇൻറ്റു E, Q ഈസ് ഈക്വൽ ടു P മൈനസ് E എന്നിങ്ങനെ ഓപ്ഷനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും എക്സാമിന് മുൻപ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസ്. ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ സ്ക്രീൻ കാണുന്ന പോലെ ഒന്നെന്ന് പറയുന്നത് കസ്റ്റമർ ഡിലൈറ്റ്, രണ്ടെന്ന് പറയുന്നത് ഇൻക്രീസ് മാർക്കറ്റ് ഷെയർ, ഇൻക്രീസ് നമ്പർ ഓഫ് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ്, ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി, എൻറ്റർ ഇൻ ഗ്ലോബലൈസേഷൻ, ബിക്കം ആൻ ഇൻഡസ്ട്രി ഹീറോ ആൻഡ് ഇൻക്രീസ് മൊറാൽ ഓഫ് എംപ്ലോയീസ്. കസ്റ്റമർ ഡിലൈറ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ സാറ്റിസ്ഫൈ ആണെങ്കിൽ ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും വാങ്ങിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കസ്റ്റമറിനെ മാക്സിമം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ അവരുടെ പ്രോഡക്റ്റ് ഒരുപാട് വിറ്റ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് ഷെയർ കൂടും. അങ്ങനെ മാർക്കറ്റ് ഷെയർ കൂടുമ്പോൾ അവരുടെ പ്രോഡക്റ്റ് വീണ്ടും വീണ്ടും നമ്മൾ പോയി വാങ്ങിക്കും. അതാണ് ഇൻക്രീസ് നമ്പർ ഓഫ് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ്. അതേ സെയിം പ്രോഡക്റ്റിന്റെ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സായി മാറും.
അങ്ങനെ റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ആയി മാറുമ്പോൾ ആ കമ്പനിക്ക് പ്രോഫിറ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പ്രോഫിറ്റ് കൂടുമ്പോൾ അവിടുത്തെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവര് ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അവര് മാർക്കറ്റിൽ തിളങ്ങി നിൽക്കും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഹീറോ. അവരുടെ പ്രോഡക്റ്റ് ആഗോളവൽക്കരണമായിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവർ ഇൻഡസ്ട്രി ഹീറോ ആവും. ഇങ്ങനെ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് മറ്റുള്ള രാജ്യങ്ങളിൽ വിറ്റ് നല്ല ലാഭം കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ എംപ്ലോയീസിന് വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം കൂടും. കാരണം വേറെ ഒന്നും എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടുമ്പോൾ അതനുസരിച്ച് എംപ്ലോയീസിന് കൊടുക്കുന്ന റെമ്യൂണറേഷനും കൂടും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻസ്. ഇത് ഒരു പ്രാവശ്യം മുൻ എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസ് അല്ലാത്തതെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ക്വാളിറ്റി ഓഫ് ഡിസൈൻ എന്നാണ് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, അതിന്റെ എക്സലൻസ് ഓഫ് ഡിസൈൻ വന്നതുകൊണ്ടാണ് ക്വാളിറ്റി ഓഫ് ഡിസൈൻ എന്ന് വരുന്നത്. നിങ്ങൾ എക്സാമിന് ഓപ്ഷനിൽ എക്സലൻസ് ഓഫ് ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിൽ ക്വാളിറ്റി ഓഫ് ഡിസൈനെ സൂചിപ്പിക്കുന്നത് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത് ക്വാളിറ്റി ഓഫ് കൺഫോമൻസ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കൺഫോമൻസ് സ്പെസിഫിക്കേഷൻ ആണ്. ആ പ്രോഡക്റ്റിന്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ മനസ്സിൽ കരുതിയിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടത്തുള്ളൂ. അതേപോലെ തന്നെ ഓപ്ഷൻസിൽ ഫിഡിലിറ്റി എന്നുള്ള വാക്കോ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ എന്ന വാക്കോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളണം അത് ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനെ സൂചിപ്പിക്കുന്നതാണ്. മൂന്നാമത് വരുന്ന ക്വാളിറ്റി അഷുറൻസ്. നമുക്കറിയാം ക്വാളിറ്റി ഉറപ്പുവരുത്തണം. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയാൽ മാത്രമേ കസ്റ്റമർ സാറ്റിസ്ഫൈ ആകത്തുള്ളൂ. കസ്റ്റമർ സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ പ്രോഡക്റ്റ് വിറ്റ് പോകത്തുള്ളൂ. പ്രോഡക്റ്റ് വിറ്റുപോയി കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടിയാലേ ആ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ള പറയുന്നത് ഏതൊരു കമ്പനിയെ സംബന്ധിച്ചും അവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലാസ്റ്റ് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ. അതെന്ന് പറയുന്നത് നമ്മൾ ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തടയണം. ഡിഫക്റ്റുകൾ തടഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സ് വാങ്ങിക്കത്തുള്ളൂ. ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് പവറും അല്ലെങ്കിൽ നമ്മൾ പറയും കിങ് എന്ന് പറയുന്നത് കസ്റ്റമർ തന്നെയാണ്. കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ ഒരു പ്രോഡക്റ്റും വാങ്ങിക്കത്തില്ല. അപ്പം കമ്പനി ആ കസ്റ്റമറിന്റെ ആ ലെവൽ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ മൈൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവർക്ക് ഇഷ്ടാനുസരണമുള്ള പ്രോഡക്റ്റ്, അതും നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് നിർമ്മിച്ചാൽ മാത്രമേ കസ്റ്റമേഴ്സ് വാങ്ങിക്കത്തുള്ളൂ. അടുത്തതായി വരുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു സൈക്ലിക് പ്രോസസ് ആണ് നടക്കുന്നത്. നിങ്ങൾക്ക് അതിൽ തന്നെ കാണാം കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്, ഡിഫൈൻ ബിസിനസ് പ്രോസസ് വരുന്നുണ്ട്, മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി, കസ്റ്റമർ ഫോക്കസ്, റിസോഴ്സ് മാനേജ്മെന്റ്, സർവീസ് പ്രൊവിഷൻ, മോണിറ്റർ ആൻഡ് മെഷർ, കസ്റ്റമർ ഫീഡ്ബാക്ക് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് കണക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ക്വാളിറ്റി നല്ല രീതിക്ക് മാനേജ് ചെയ്യണമെങ്കിൽ ഇതൊരു സൈക്ലിക് പ്രോസസ് കണക്ക് പൊയ്ക്കൊണ്ടിരുന്നേ പറ്റത്തുള്ളൂ. ഓരോ ടൈംസ് നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് വീണ്ടും വീണ്ടും നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കസ്റ്റമറിനെ ഫോക്കസ് ചെയ്ത് നല്ല രീതിക്ക് റിസോഴ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അത് മാനേജ് ചെയ്ത് നല്ല രീതിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്ത് അത് കൂടെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും മെഷർ ചെയ്യുകയും ചെയ്ത് അതുപോലെ തന്നെ കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് അതുപോലെ തന്നെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അത് രണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കസ്റ്റമർ ഫീഡ്ബാക്ക് അതോടൊപ്പം തന്നെ കസ്റ്റമർ സാറ്റിസ്ഫൈ അല്ല എങ്കിൽ ഒരു കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്സ്. നമ്മൾ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി മാർക്കറ്റ് ചെയ്ത് പ്രോഡക്റ്റ് കസ്റ്റമർ വാങ്ങിച്ച് എന്നതുകൊണ്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നില്ല. കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് എടുത്ത് അവർ സാറ്റിസ്ഫൈ ആണോ എന്നുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് പ്രോസസ്സ് തന്നെ വേണം. എങ്കിൽ മാത്രമേ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഒരു കമ്പനിയെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്വാളിറ്റി ടൂൾസ് നോക്കാം. ക്വാളിറ്റി ടൂൾസ് എന്ന് പറയുന്നത് 7 ക്വാളിറ്റി ടൂൾസ് ആണ് ഉള്ളത്. ഇത് എന്തിനു യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിനാണ് യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ടൂൾസ് എന്ന് പറയുന്നത് these tools were either developed in Japan or introduced to Japan
ബൈ ദ ക്വാളിറ്റി ഗുരുസ്. മെയിനായിട്ട് രണ്ട് ക്വാളിറ്റി ഗുരുസിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ ക്വാളിറ്റിയിൽ ഉടനീളം നമ്മൾ നോക്കുമ്പോൾ ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനെ ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ കൂടുതൽ വാക്കുകളാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. കാര്യം ക്വാളിറ്റിക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് ഓരോ കമ്പനികളും നിലനിൽക്കുന്നത് ജപ്പാനിലാണ് കൂടുതലായി നമ്മൾ ആദ്യ കാലങ്ങളിൽ കണ്ടിട്ടുള്ളത്. മുമ്പ് അറിയാം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം എല്ലാത്തിനും മെയ്ഡ് ഇൻ ജപ്പാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒണീഡ TV അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, മെയ്ഡ് ഇൻ ചൈനയാണ് കൂടുതലായി കാണുന്നത്. പണ്ട് ക്വാളിറ്റിക്ക് അത്രത്തോളം പ്രാധാന്യം മിക്ക രാജ്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നറിയത്തില്ല. എന്നിരുന്നാലും നമ്മൾ നോക്കുമ്പോൾ കൂടുതലും മെയ്ഡ് ഇൻ ചൈനയെ കാണാറുള്ളൂ. ആ ക്വാളിറ്റി ഗുരുസ് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്വേർഡ് ഡെമിങ്, അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ JM ജൂറനുമാണ്. ഇനി ഈ ക്വാളിറ്റി ടൂൾസ്, 7 ക്വാളിറ്റി ടൂൾസും മെയിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൗറോ ഇഷിക്കാവ. അതും ജാപ്പനീസ് പേര് തന്നെയാണ്. അവർ പറയുന്നത് ഏകദേശം 95% പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഈ 7 ക്വാളിറ്റി ടൂൾസിന്റെ സഹായത്തോടു കൂടി നമുക്ക് 95% പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് 7 ക്വാളിറ്റി ടൂൾസ്. ഹിസ്റ്റോഗ്രാം, പാരറ്റോ ഡയഗ്രാം, കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം, സ്ട്രാറ്റിഫിക്കേഷൻ, സ്കാറ്റർ ഡയഗ്രാം, കൺട്രോൾ ചാർട്ട്. ഓരോ ടൂൾസിനും അതിൻ്റെതായ ഫങ്ഷൻസും ഉണ്ട്. ഇതിൽ കൂടുതലായി എക്സാമിന് ചോദിച്ചേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെക്ക് ഷീറ്റ് ചോദിച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് ഡേറ്റ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്വാളിറ്റി ടൂൾ ഏതെന്ന് ചോദിച്ചാൽ ചെക്ക് ഷീറ്റ് ആണ്. അതുപോലെ തന്നെ കണ്ടുവരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് നാരോ പ്രോബ്ലം ഏരിയ സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്വാളിറ്റി ടൂൾ അല്ലെങ്കിൽ 7QCയിൽ വരുന്ന ടൂൾ ഏതെന്ന് ചോദിച്ചാൽ പാരറ്റോ ഡയഗ്രാം. പിന്നെ ഇത് രണ്ടുമാണ് കൂടുതൽ തവണയും ചോദിച്ചു കണ്ടിട്ടുള്ള എക്സാമിന്. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ്സ് ഷേപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങളെല്ലാം സ്കൂൾ തലത്തിൽ ഹിസ്റ്റോഗ്രാം അല്ലെങ്കിൽ ബാർ ചാർട്ട് പഠിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ബാർ ചാർട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാകാം ഒരു ഗ്രാഫ് കയറി നിൽക്കുകയാണെങ്കിൽ അവിടെ ക്വാളിറ്റി പ്രോബ്ലംസ് കൂടുതലാണെന്നും കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ക്വാളിറ്റി പ്രോബ്ലംസ് കുറവാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതില് പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻസ്, മുമ്പ് എക്സാമിന് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെക്ക് ഷീറ്റ് വരുന്നുണ്ട്, അതിൽ തന്നെ പാരറ്റോ ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം. ഇത് മൂന്നുമാണ് മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഡീപ്പായിട്ട് ഇതുവരെ എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. എന്തായാലും ഈ ചാർട്ട് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കണം. ഒന്നെന്ന് പറയുന്നത് ചെക്ക് ഷീറ്റ്, ഈസി ഡാറ്റ കളക്ഷൻ, ഹിസ്റ്റോഗ്രാം അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ്സ് ഷേപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, പാരറ്റോ ഡയഗ്രാം, നാരോ പ്രോബ്ലം ഏരിയ, അതുപോലെ തന്നെ കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം, ആക്സസ് ഫാക്ടേഴ്സ് ഫോർ പ്രോബ്ലം, സ്ട്രാറ്റിഫിക്കേഷൻ, എഫക്റ്റ് ഓഫ് ഡിസ്ക്രീറ്റ് കോസസ്, അതുപോലെ തന്നെ സ്കാറ്റർ ഡയഗ്രാം, എഫക്റ്റ് ഓഫ് കണ്ടിന്യൂസ് കോസസ്. കണ്ടിന്യൂസ് കോസസ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് സ്കാറ്റർ ഡയഗ്രാമിന്റെ സഹായത്തോടെ നമുക്ക് പറ്റും. അതുപോലെ തന്നെ കൺട്രോൾ ചാർട്ട്. നമുക്കത് ഓരോന്നായിട്ട് ജസ്റ്റ് നോക്കാം. ഇതാണ് ചെക്ക് ഷീറ്റിന്റെ ഒരു മാതൃക എന്ന് പറയുന്നത്. ഇതൊക്കെ എക്സാമിന് ചെക്ക് ഷീറ്റ് എങ്ങനെയാണെന്നൊന്നും ചോദിച്ചു കേട്ടിട്ടില്ല ഇതുവരെയും. ഇതേപോലെ നമ്മൾ പോയിന്റ് കട്ട് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ കൗണ്ട് ചെയ്ത് പോകുന്നു. ഉദാഹരണത്തിന് അത് ഡർട്ടി ഉണ്ട്, ബ്രോക്കൺ സ്റ്റിച്ചിങ്, ഇൻകൺസിസ്റ്റന്റ് മാർജിൻ. ഇത് ഓരോ സെക്ടറിലും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇതിപ്പം ക്ലോത്ത് യൂണിഫോം ഡേറ്റ കളക്ഷൻ ആണ്. ഇത് നമുക്കിത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഓരോ സ്റ്റിച്ചിങ് പ്രോസസ്സിന് എത്ര ഓഫ് സെന്റർ പാഡിങ്, ഷേപ്പ്, ലോ, ത്രെഡ്, ഇതിന് ഓരോന്നിനും എത്രത്തോളം പ്രോബ്ലംസ് ഉണ്ടോ അത് ഏറ്റവും കൂടുതൽ പോയിന്റ് അല്ലെങ്കിൽ കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത് കൂടുതൽ പ്രോബ്ലം ഉള്ള ഏരിയയാണ്. അല്ലാത്തത് അത് ലാസ്റ്റ് ഒരു കാര്യം ടോട്ടൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത് 181. ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതാണ് ചെക്ക് ഷീറ്റിന് എക്സാമ്പിൾ. അതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം എന്താ നിങ്ങൾക്കറിയാം, ഇതിന്റെ ഷേപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഷേപ്പ് നോക്കി നമുക്ക് അതിന്റെ പ്രോബ്ലം കൂടുതലുള്ളതാണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിത്തിൻ ലിമിറ്റിന്റെ അകത്ത് ടാർഗറ്റ് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഔട്ട് ഓഫ് സ്പെസിഫിക്കേഷൻ ടാർഗറ്റ് കാണിച്ചിട്ടുണ്ട്. അതേപോലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് പ്രോസസ്, ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദി ഡിസ്പെർഷൻ വിൽ ഹെൽപ്പ് ഐഡന്റിഫൈ അതർവൈസ് ഹിഡൻ സോഴ്സ് ഓഫ് വേരിയേഷൻ. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഇതാണ് പാരറ്റോ ചാർട്ട് എന്ന് പറയുന്നത്.
പാരറ്റോ ചാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വിൽഫ്രഡ് പാരറ്റോ. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹു ഇൻട്രൊഡ്യൂസസ് പാരറ്റോ ചാർട്ട് എന്ന എക്സാമുകൾ ചോദിച്ചിട്ടുണ്ട്. പാരറ്റോ ചാർട്ടിന് മറ്റൊരു പേരിലൂടെ അറിയപ്പെടും 80:20 അനാലിസിസ് എന്ന പേരിലൂടെ അറിയപ്പെടും. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വിൽഫ്രഡ് പാരറ്റോ ആണ്. ഇതിനെ പാരറ്റോ ചാർട്ടിന് മറ്റൊരു പേരിൽ അറിയപ്പെടും 80:20 1:2 എന്ന് പറയുന്നതല്ല 80:20 അനാലിസിസ് എന്ന പേരിലൂടെ ഈ പാരറ്റോ ചാർട്ട് അറിയപ്പെടും. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതർ നെയിം ഓഫ് പാരറ്റോ ചാർട്ട് എന്താണെന്ന് പറഞ്ഞ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അത് 80:20 അനാലിസിസ് ആണ്. ഇതേപോലെ നമുക്ക് ഈ കാണുന്ന ഈ പൈ ചാർട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുക 20% എഫേർട്ട്, റിസൾട്ട് 80%. അതുകൊണ്ട് 80:20 അനാലിസിസ് എന്നൂടെ ഈ പാരറ്റോ ചാർട്ടിന് അറിയപ്പെടുന്നുണ്ട്. അതേപോലെ ഫിഷ് ബോൺ ചാർട്ട്. ഫിഷ് ബോൺ ചാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇഷിക്കാവയാണ്. അതുകൊണ്ട് ഇതിന് മറ്റൊരു പേരിലൂടെ അറിയപ്പെടും ഇഷിക്കാവ ഡയഗ്രാം എന്നോട് അറിയപ്പെടും. എന്തുകൊണ്ടാണ് ഫിഷ് ബോൺ ഡയഗ്രാം എന്ന പേര് വരാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിന്റെ മുള്ളു പോലെയാണ് ഇതിന്റെ ഡയഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഫിഷ് ബോൺ ചാർട്ട് എന്ന് പറയുന്നത്. ഇത് പ്രൊഫസറായിട്ടുള്ള കൗറു ഇഷിക്കാവയാണ് 1940 യൂണിവേഴ്സിറ്റി ഓഫ് ടോക്കിയോ ഈ ഡയഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതൊരു നല്ല ക്വാളിറ്റി കൺട്രോൾ ടൂളാണ്. അവർ പറഞ്ഞിട്ടുണ്ട് ഫിഷ് ബോൺ diagram identifies many problem causes of an effect or problem. അതേപോലെ പ്രോബ്ലം ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ മറ്റൊരു ഡയഗ്രാം ഇതാണ് ഫിഷ് ബോൺ ചാർട്ട്, അല്ലെങ്കിൽ ഫിഷ് ബോൺ ഡയഗ്രാം എന്നറിയപ്പെടും. അതിൽ എക്യുപ്മെന്റ്, ഫെസിലിറ്റി, ഫ്രണ്ട് സ്റ്റേജ് പേഴ്സണൽ, പ്രൊസീജിയേഴ്സ്, മെറ്റീരിയൽ, സപ്ലൈസ്, ബാക്ക് സ്റ്റേജ് പേഴ്സണൽ, ഇൻഫർമേഷൻ. ഇതൊരു മീനിന്റെ മുള്ളു പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അതിനെ ഈ ഫിഷ് ബോൺ ചാർട്ട് അല്ലെങ്കിൽ ഫിഷ് ബോൺ ഡയഗ്രാം എന്ന് പറയുന്നത്. ഒരു എഫക്റ്റീവ് ടൂളാണ് ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന. നെക്സ്റ്റ് സ്ട്രാറ്റിഫിക്കേഷൻ. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് is a technique used in combination with other data analysis tool. നമ്മൾ ഇതുവരെ പറഞ്ഞുള്ള മറ്റുള്ള അനാലിസിസ് ഡേറ്റ ടൂൾസിന്റെ ഒരു കോമ്പിനേഷനാണ്. ഇതിനെ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകൾ എന്ന് പറയുന്നത് ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ റൺ ചാർട്ട് എന്നറിയപ്പെടും. ഇതൊരു പ്രാവശ്യം നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതർ നെയിം ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ റൺ ചാർട്ട് എന്നറിയപ്പെടും. ദ വേ ഓഫ് ഡിവൈഡിങ് എ ഹോൾ ഗ്രൂപ്പ് ഓഫ് ഡേറ്റ ഇൻടു സബ് ഗ്രൂപ്പ്സ്. ഒരു ഫുൾ ഡേറ്റ, ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റ എടുത്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് പഠിച്ച് സോൾവ് ചെയ്യുന്ന ഒരു മെത്തഡാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സ്ട്രാറ്റിഫിക്കേഷന്റെ ഡയഗ്രാമാണ് ഈ കാണുന്നത്. എഫക്റ്റ് ഓഫ് ദി റിസൾട്ട്, സെറ്റ് ഓഫ് ദി ഡേറ്റ. നിങ്ങൾ ഡയഗ്രാമോ അങ്ങനെയുള്ള ഡീപ്പായിട്ട് ഇതുവരെ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടില്ല. നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ച ചാർട്ടുള്ള പോലെയാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഈസി ഡേറ്റ കളക്ഷൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്, അല്ലെങ്കിൽ കൺട്രോൾ ചാർട്ടിന് പറയുന്ന മറ്റൊരു പേര്, അങ്ങനെയാണ് എക്സാമിന് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഡീപ്പായിട്ട് ഇതുവരെ അങ്ങനെ എക്സാമിന് ചോദിച്ചിട്ടില്ല. ഇതാണ് അതിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത് സ്ട്രാറ്റിഫിക്കേഷൻ. അടുത്ത വരുന്നത് സ്കാറ്റർ ഡയഗ്രാം. സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് സ്കാറ്റർ ഡയഗ്രാം ഈസ് എ ഗ്രാഫ് ദാറ്റ് ഹെൽപ്സ് യു ടു വിഷ്വലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോബ്ലം കണ്ടുപിടിക്കുക, എന്താണ് ക്വാളിറ്റി റിലേറ്റഡ് പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടൂളാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. എന്താണ് സ്കാറ്റർ ഡയഗ്രാമിൽ ദ പോസിറ്റീവ് ആൻഡ് ലീനിയർ കോറിലേഷൻ, നെഗറ്റീവ് ആൻഡ് ലീനിയർ കോറിലേഷൻ, നെഗറ്റീവ് നോൺ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ഫിഷ് ബോൺ ചാർട്ട്, അതുപോലെ തന്നെ ചെക്ക് ഷീറ്റ്, ഹിസ്റ്റോഗ്രാം പോലുള്ള ടൂൾസുകളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്ത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനി ലാസ്റ്റ് പറയുന്നത് കൺട്രോൾ ചാർട്ട്. നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ടൂൾസിൽ വരുന്ന ഏഴാമത്തെ അടുത്ത ടൂളായിട്ടുള്ള കൺട്രോൾ ചാർട്ടാണ്. ഇതിന്റെ പർപ്പസ് മറ്റൊന്നുമല്ല. കൺട്രോൾ ചാർട്ട് ഈസ് എ ഗ്രാഫ് യൂസ്ഡ് ടു സ്റ്റഡി ഹൗ എ പ്രോസസ് ചേഞ്ച് ഓവർ ദ ടൈം. അപ്പൊ ഓരോ ചേഞ്ചസ് ഓരോ ടൈം അനുസരിച്ച് ഉണ്ടാകുന്ന ചേഞ്ചസ് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് അതിന്റെ ഒരു ഗൈഡ് ലൈൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. കൺട്രോൾ ചാർട്ട് ഓൾവേസ് ഹാസ് എ സെൻട്രൽ ലൈൻ ഓൺ ദി ആവറേജ്. ആവറേജിൽ ഒരു സെൻട്രൽ ലൈൻ കാണും. ആൻഡ് അപ്പർ ലൈൻ
അപ്പർ കൺട്രോൾ ലിമിറ്റ്, അതേപോലെ ലോവർ ലൈൻ കാണാം, ലോവർ കൺട്രോൾ ലിമിറ്റ് ലോവർ ലൈനും കാണാം. അത് അതിന് ഓരോ പ്രോബ്ലം ഉണ്ടാകുന്നത് പോലെ അല്ലെ ആ ഒരു കമ്പനിയുടെ ഓരോ പ്രോഡക്റ്റിന്റെ പ്രോബ്ലം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് വേരി ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ച് കൺട്രോൾ ചെയ്ത് പോകുന്ന ഒരു ചാർട്ട് ആയതുകൊണ്ടാണ് അതിനെ കൺട്രോൾ പറയുന്നത്. ഇത് എത്രയാണ് പ്രധാനപ്പെട്ട ക്വാളിറ്റി ടൂൾസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഇതാണ് 7 ക്വാളിറ്റി കൺട്രോൾ ടൂൾസ്: ചെക്ക് ഷീറ്റ്, ഹിസ്റ്റോഗ്രാം, പാരിറ്റോ ഡയഗ്രാം, കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം, സ്ട്രാറ്റിഫിക്കേഷൻ, സ്കാറ്റർ ഡയഗ്രാം, കൺട്രോൾ ചാർട്ട്. എക്സാമിന് ചോദിക്കുന്ന ഈസി ഡേറ്റ കളക്ഷൻ ഉപയോഗിക്കുന്ന ക്വാളിറ്റി ടൂൾ ഏതാണ്? ചെക്ക് ഷീറ്റ്. അതുപോലെ തന്നെ എക്സാമിന് കണ്ടിരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് എത്ര ക്വാളിറ്റി ടൂൾസ് ഉണ്ട് എന്ന് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതേപോലെ ഹിസ്റ്റോഗ്രാം ഇൻഡിക്കേറ്റ് ഷേപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അത് എക്സാമിന് ചോദിച്ചു കണ്ടൊരു ചോദ്യമാണ്. നാരോ പ്രോബ്ലം ഏരിയ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്വാളിറ്റി ടൂൾ പാരിറ്റോ ഡയഗ്രാം ആണ്. കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാമിന് പറയുന്ന മറ്റൊരു പേര് നമ്മൾ കണ്ടതാണ്, ഫിഷ് ബോൺ ചാർട്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇത് ഇത്രയും 7 ക്വാളിറ്റി ടൂൾസ് ആണ് ഉള്ളത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിരിക്കും ക്വാളിറ്റി സർക്കിൾ. എന്താണ് ക്വാളിറ്റി സർക്കിൾ? ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത് ഈസ് വൺ ഓഫ് ദി ഫെമിലിയർ ഫോർ ഇൻക്ലൂഡിംഗ് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ക്വാളിറ്റി സർക്കിൾ എന്ന്. ക്വാളിറ്റി സർക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി സർക്കിൾ ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്ത് 1962 ജപ്പാനിലാണ്. ആരുടെ മേൽനോട്ടത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിയൻ ഓഫ് ജാപ്പനീസ് സയന്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സ്. ഒരു കൂട്ടം ജാപ്പനീസ് സയന്റിസ്റ്റുമാരുടെ എഞ്ചിനീയേഴ്സിന്റെയും ടീമാണ് ഈ ക്വാളിറ്റി സർക്കിൾ ഡെവലപ്പ് ചെയ്തത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ജ്യൂസിന്റെ എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ട്. യൂണിയൻ ഓഫ് ജാപ്പനീസ് സയന്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സ്, അത് നോട്ട് ചെയ്ത് വെച്ചോണം. ജ്യൂസ്, യൂണിയൻ ഓഫ് ജാപ്പനീസ് സയന്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ക്വാളിറ്റി സർക്കിൾ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ആരാണ്? ഡോക്ടർ PC മഹാലനബിസ്. ജപ്പാനിലാണ് 1962 ക്വാളിറ്റി സർക്കിൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സെക്കൻഡ് വന്നത് 1982 ഡോക്ടർ PC മഹാലനബിസ് ആണ് ഈ ക്വാളിറ്റി സർക്കിൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഡേറ്റ് നോക്കി വെച്ചാൽ ജപ്പാനിൽ 1962, ഇൻ ഇന്ത്യ 1982. ജപ്പാൻ ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ യൂണിയൻ ഓഫ് ജാപ്പനീസ് സയന്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സ്, ഒരു ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ജ്യൂസ്. അതേപോലെ 1982 ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഡോക്ടർ PC മഹാലനബിസ്. ഇനി എന്താണ് ക്വാളിറ്റി സർക്കിൾ എന്ന് നോക്കാം. ക്വാളിറ്റി സർക്കിൾ മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഡൂയിങ് സിമിലർ വർക്ക് meeting to identify, analyze and solve product quality problems. They usually meet for half an hour to 1 hour each week in or near their area. ഇത് മറ്റൊന്നുമില്ല, ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, കുറച്ച് ടീമുകൾ ചേർന്ന് അല്ലെങ്കിൽ ഒരു കുറച്ച് ആൾക്കാർ കൂട്ടമായിട്ടിരുന്നിട്ട്. എന്തിനാ കൂട്ടമായിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട്, ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി സംബന്ധമായ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ഒരു ഇതാണ്, ഒരു ടീമാണ്. അത് ആ മീറ്റിംഗ് എന്തിനു അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ് ക്വാളിറ്റി പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ ചെയ്യും, പിന്നെ അതെന്താണെന്ന് അനലൈസ് ചെയ്യും, അതിനുശേഷം ആ പ്രോബ്ലം സോൾവ് ചെയ്യും. ഇതാണ് അവർ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഈ മീറ്റിംഗ് എന്ന് പറയുന്നത് ആഴ്ചയിൽ അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ. അതാണ് ഇത് അവർ പറഞ്ഞത്. ദേ യൂഷ്വലി മീറ്റ് ഫോർ ഹാഫ് ആൻ അവർ ടു 1 hour ഈച്ച് വീക്ക് ഇൻ ഓർ നിയർ ദെയർ ഏരിയ. ഒന്നുകിൽ അവരുടെ ഓഫീസിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ ജോലി സ്ഥലത്ത് പരിസരങ്ങൾ എവിടെയെങ്കിലും വെച്ചായിരിക്കാം മീറ്റിംഗ് കൂടുന്നത്. മെയിൻ ആയിട്ട് അവർ കൂടുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ക്വാളിറ്റി പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. ഐഡന്റിഫൈ ചെയ്യുക, അത് വിശദമായി പഠിച്ച് അനലൈസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. ഇതിന്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് strictly voluntary and anyone who wishes to join is welcome as a member. ഇപ്പൊ ഈ ആഴ്ചയിൽ ഇരിക്കുന്ന ആൾക്കാരല്ല, വേറൊരാൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഇത്ര പേരെ പറ്റുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ക്വാളിറ്റി സംബന്ധമായ പ്രോബ്ലം ചർച്ച ചെയ്യാനായിട്ട് നമുക്കിതിൽ ഈ ആഴ്ച മീറ്റിങ്ങിന് കൂടിയിട്ടായെങ്കിലും അതിൽ മറ്റുള്ള ആർക്കൂടെ പങ്കെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇനി ക്വാളിറ്റി സർക്കിളിൽ പറയുന്ന മറ്റ് വിളിപ്പേരുകളാണ്, അല്ലെങ്കിൽ മറ്റുള്ള പേരുകൾ അറിയപ്പെടുന്നത്. ഇതും എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന ക്വാളിറ്റി സർക്കിളിന്റെ പേര് വരാത്തത് എന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വാളിറ്റി സർക്കിളിന്റെ പേരായിട്ട് വരുന്നത് ഏതെന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതിന് പറഞ്ഞ ഒരു പേരെന്ന് പറയുന്നത് സ്മോൾ സർക്കിൾ, ആക്ഷൻ സർക്കിൾ, എക്സലൻസ് സർക്കിൾ, ഹ്യൂമൻ റിസോഴ്സ് സർക്കിൾ, പ്രൊഡക്ടിവിറ്റി സർക്കിൾ. സ്മോൾ സർക്കിൾ, ആക്ഷൻ സർക്കിൾ, എക്സലൻസ് സർക്കിൾ, ഹ്യൂമൻ റിസോഴ്സ് സർക്കിൾ, പ്രൊഡക്ടിവിറ്റി സർക്കിൾ. ഇത്രയും പേരിലൂടെ ഈ ക്വാളിറ്റി സർക്കിൾ അറിയപ്പെടുന്നുണ്ട്. ഇത് എക്സാമിന് ചോദിച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്.
Other names of quality circle. നെക്സ്റ്റ് ക്വാളിറ്റി സർക്കിളിന്റെ സൈസ്. ക്വാളിറ്റി സർക്കിളിന്റെ സൈസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ 5 to 15 ക്യാൻ ബി എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ 5 തൊട്ട് 15 പേര് വരെ ആകാം. ബട്ട് ആൻ ഐഡിയൽ സ്മോൾ ഗ്രൂപ്പ്, ഒരു നല്ല സ്മോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 8 to 10 പീപ്പിൾ ആണ്. അപ്പം എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കണം, ക്വാളിറ്റി സർക്കിളിൽ എത്ര പേര് വരെ ആകാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 to 15 ആകുന്നു. എന്നാൽ ഐഡിയൽ സ്മോൾ ഗ്രൂപ്പ്, ഒരു മാതൃകപരമായിട്ടുള്ള നല്ല ഒരു സ്മോൾ ഗ്രൂപ്പ് എത്ര പേര് ആകാമെന്ന് ചോദിച്ചാൽ 8 to 10 ആണ്. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം. 5 to 15 ഒരു ഗ്രൂപ്പിലാണ്, എന്നാൽ ഒരു ഐഡിയൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 8 to 10 ആകാം. ഇത് അങ്ങനെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. മെത്തേഡ്സ് ഓഫ് വർക്കിംഗ് ക്വാളിറ്റി സർക്കിൾ. ക്വാളിറ്റി സർക്കിൾ എങ്ങനെ വർക്ക് ആവുന്നു, ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് തന്നെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒന്നെന്ന് പറയുന്നത് ഐഡന്റിഫൈ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക. അതിൽ നിന്ന് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ഒത്തിരി പ്രോബ്ലംസ് കാണും. അതിൽ പ്രധാനപ്പെട്ട പ്രോബ്ലം നമ്മൾ സെലക്ട് ചെയ്യണം, പിന്നെ അത് ഡിഫൈൻ ചെയ്യണം, പിന്നെ അത് അനലൈസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അത് ഐഡന്റിഫൈ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അതിലുള്ള പ്രധാനപ്പെട്ട ഫാക്ടർ, കീ ഫാക്ടർ എന്താണെന്ന് കണ്ടുപിടിക്കണം, പിന്നെ അത് വേണ്ടിയുള്ള ഡേറ്റയും അതെല്ലാം, അതുപോലെ തന്നെ ഡേറ്റ കളക്ട് ചെയ്യണം, പിന്നെ അത് അനലൈസ് ചെയ്യണം, പിന്നെ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണം, പിന്നെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം, പിന്നെ ട്രയലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം, പിന്നെ അത് മെയിൻ ആയിട്ട് ഇംപ്ലിമെന്റേഷൻ നടത്തണം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് റിവ്യൂ അല്ലെങ്കിൽ ചെക്ക് ചെയ്യണം. അപ്പം വീണ്ടും അടുത്ത പ്രോബ്ലം ക്രിയേറ്റ് ആവും. അപ്പം നമ്മൾ വീണ്ടും ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. അങ്ങനെ ഇതൊരു സൈക്ലിക് പ്രോസസ് കണക്ക് നടന്നുകൊണ്ടേയിരിക്കും. ക്വാളിറ്റി സർക്കിള് അതുകൊണ്ടാണ് ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് അവർ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി അവർ കൂട്ടമായിട്ടിരുന്ന് ചർച്ച ചെയ്യുന്നത്. ഏതൊരു കമ്പനി എടുത്താലും അവർക്ക് ക്വാളിറ്റി ഇഷ്യൂസ് വരാം. അപ്പം അത് മീറ്റ് ചെയ്ത് കൃത്യമായിട്ട് സമയത്തിൽ മീറ്റ് ചെയ്ത് പോയില്ല എങ്കിൽ അവർക്ക് ഇഷ്യൂസ് ക്രിയേറ്റ് ആവും, അവരെ കസ്റ്റമേഴ്സ് നഷ്ടമായി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പ്രോഫിറ്റ് കുറയും, മാർക്കറ്റ് ഷെയർ പോകും, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നെക്സ്റ്റ് എക്സാമിന് കൂടുതൽ തവണയും ചോദിച്ചൊരു കാര്യമാണ് PDCA സൈക്കിൾ, എ പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്. ഇതൊരു പ്രോബ്ലം സോൾവിംഗ് പ്രോസസ് ആണ്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ PDCA. P stands for plan, D stands for do, C stands for check, A stands for action. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, 2-3 രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. PDCA stands for dash and answer plan, do, check, act. അല്ലെങ്കിൽ in PDCA P stands for dash plan, അല്ലെങ്കിൽ D stands for dash do, C stands for dash. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ചത് ഇൻ PDCA സൈക്കിൾ P stands for dash എന്നാണ്. അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കാണണം. അതിന്റെ എക്സ്പാൻഷൻ മാത്രമേ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളൂ. എന്താണ് PDCA സർക്കിൾ അല്ലെങ്കിൽ സൈക്കിൾ എന്താണെന്ന് അങ്ങനെയൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. PDCയുടെ എക്സ്പാൻഷൻ കൂടുതൽ തവണയും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അവിടെ എക്സ്പാൻഷൻ ഒന്ന് പഠിച്ചു വെച്ച് കാണണം. പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. ഇനി പ്ലാനിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഡു എന്ത് ചെയ്യുന്നു, ചെക്കിൽ എന്താണ് ചെയ്യുന്നത്, ആക്ടിൽ എന്താണ് ചെയ്യുന്നത് എന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. പ്ലാൻ, ഡു, ചെക്ക്, ആക്ടിൽ പ്ലാനിൽ എന്താണ് പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, അത് എന്താണെന്ന് അനലൈസ് ചെയ്യുന്നത്. ഈ രണ്ട് പ്രോസസ്സ് നടക്കുന്നത് പ്ലാൻ എന്ന് പറഞ്ഞ മേഖലയിലാണ്. അടുത്ത ഡു, ഒരു സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഡുയിൽ ചെയ്യുന്നത്. അതേപോലെ ഇവാലുവേറ്റ് റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്ത് അത് ആ ഒരു കാര്യം നടക്കുന്ന ചെക്ക് എന്ന് പറഞ്ഞ ഏരിയയിലാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം, അത് ആക്ട് ചെയ്യണം വരുന്നത്. അപ്പൊ ഇതാണ് പ്ലാൻ, ടു, ചെക്ക്, ആക്ടിൽ വരുന്നത്. നിങ്ങൾ അതിന്റെ എക്സ്പാൻഷൻ ഒന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ തവണ ചോദിച്ചതായതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാം. നെക്സ്റ്റ് പ്രധാനപ്പെട്ടത് ISOയുടെ എക്സ്പാൻഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്നാണ് ISO എന്ന് പറയുമെങ്കിലും അതിന്റെ എക്സ്പാൻഷൻ തിരിച്ചാണ് വരുന്നത് ഇന്റർനാഷണൽ IOS എന്ന് വരുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ISO ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ജനീവയിലാണ്, സ്വിറ്റ്സർലാൻഡില് ജനീവയിലാണ്. അത് എക്സാമിന് ചോദിച്ചു കണ്ട മറ്റൊരു ചോദ്യമാണ്. ഒന്നുകിൽ ഹെഡ് ക്വാർട്ടർ അറ്റ് ഡാഷ് ഇൻ സ്വിറ്റ്സർലൻഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ISOയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ BISന്റെ എക്സ്പാൻഷൻ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. BIS എന്ന് പറയുന്നത് നാഷണൽ ബോഡി ഓഫ് ഇന്ത്യ വർക്കിംഗ് അണ്ടർ ദ ഏജ് ഓഫ് മിനിസ്ട്രി ഓഫ്
കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അവരുടെ കീഴിൽ വരുന്നതാണ് ഈ BIS എന്ന് പറഞ്ഞാൽ 1986 അതിന്റെ എഫക്റ്റ് ആയി വന്നത് 23 ഡിസംബർ 1986 ആണ്. ഈ ISO എന്ന് പറയുന്ന അന്തർദേശീയ വ്യാവസായിക വാണിജ്യ നിലവാരം നിശ്ചയിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സംഘടനയാണ് ISO എന്ന് പറയുന്നത്. 164 രാജ്യങ്ങളിലെ 92 ദേശീയ നിലവാരം നിലനിർത്തുന്ന സ്ഥാപനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 1947 ഫെബ്രുവരി 23 സ്ഥാപിക്കപ്പെട്ട ഇത് സ്വകാര്യ മേഖലയിലും അതുപോലെ തന്നെ പൊതുമേഖലയിലും ബന്ധിപ്പിക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലിങ്കാണ്. ഒട്ടുമിക്ക ഓരോ കമ്പനി ആയാലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും അവരെല്ലാം ISO തലത്തിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ഒത്തിരി സ്ഥാപനങ്ങൾ ISO നിലവാരത്തിലേക്ക് പോയിട്ടുണ്ട്. ISO നിലവാരത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ മെച്ചമുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്തില്ല എങ്കിൽ ISO ഇഷ്യൂ ചെയ്ത കമ്പനിക്ക് തിരിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പൊ നമ്മുടെ IT-യിൽ എല്ലാ ഒട്ടുമിക്ക IT-യിലും ഭൂരിഭാഗം IT-യിൽ ഇപ്പൊ ISO രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ISO നിലവാരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ഒത്തിരി ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് നല്ല രീതിക്കുള്ള സഹായങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട 3 കോർ സ്റ്റാൻഡേർഡ്സുകളാണ് ISO 9000 2000, ISO 9000 2000 തന്നെ 9001 2000, അതിൽ 9001, 9002, 9003, 9004 എന്ന് 4 തിരിച്ചിട്ടുണ്ട്. ISO 9000 2000 ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുന്ന ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങളും അത് ഉപയോഗിക്കുന്ന വൊക്കാബുലറി ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദി സ്റ്റാൻഡേർഡ് ഓരോ സ്റ്റാൻഡേർഡ് എന്താണ് വിശദീകരിച്ചു തരുന്നതാണ് ISO 9000 2000 വരുന്നത്. ശ്രദ്ധിച്ചോണം, വൊക്കാബുലറി ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദി സ്റ്റാൻഡേർഡ്സ്. ഈ 9001 2000 നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 9001 പറയുന്നത് ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് അതിന്റെ ഡിസൈൻ, മാനുഫാക്ചർ, കമ്മീഷനിങ് ആൻഡ് സർവീസ് ആഫ്റ്റർ സെയിൽ ആണ്. അതിന്റെ ഡിസൈൻ ചെയ്യുക, അത് മാനുഫാക്ചർ ചെയ്യുക, അത് കമ്മീഷൻ ചെയ്തിട്ട് സെയിൽ ചെയ്താൽ പോരല്ല, സർവീസ് ആഫ്റ്റർ സെയിലും കൂടെ നോക്കുന്നുണ്ട്. രണ്ടാമത്തെ 9001 സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഡിസൈൻ ഒഴികെ ബാക്കിയെല്ലാം വരുന്നുണ്ട്. മാനുഫാക്ചർ, കമ്മീഷൻ ആൻഡ് സർവീസ് ആഫ്റ്റർ സെയിൽ. അപ്പൊ അതിന്റെ വ്യത്യാസം ഒരു കാര്യമേ ഉള്ളൂ, ഡിസൈൻ വരുന്നില്ല, ബാക്കിയുള്ളതെല്ലാം വരുന്നുണ്ട്. 9003 ഇൻസ്പെക്ഷൻ ടെസ്റ്റിങ്ങിന് സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് 9003 വരുന്നത്. അതേപോലെ 9004 വരുന്നത് QMS ഗൈഡ് ലൈൻസ് ഫോർ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്. നമുക്ക് ആ ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പെർഫോമൻസ് കൂട്ടുന്നതിന് വേണ്ടി ഉള്ള ഗൈഡ് ലൈൻസും മറ്റുമാണ് 9004 2000 വരുന്നത്. ഒന്നുകൂടി പറയാം, 9001 എന്ന് പറയുന്നത് ഡിസൈൻ, മാനുഫാക്ചർ, കമ്മീഷനിങ് ആൻഡ് സർവീസ് ആഫ്റ്റർ സെയിൽ. അതേപോലെ 9002 എന്ന് പറയുന്നത് ഡിസൈൻ ഒഴികെ ബാക്കി എല്ലാം വരുന്നുണ്ട്, മാനുഫാക്ചർ, കമ്മീഷനിങ് ആൻഡ് സർവീസ് ആഫ്റ്റർ സെയിൽ. ISO 9003 ആണെങ്കിൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റിംഗ് സംബന്ധമായ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്ന 9004 എന്ന് പറയുന്നത് QMS ഗൈഡ് ലൈൻസ് ഫോർ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്. ഇതിൽ എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ISO 9001 താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ മേഖലകൾ കവറായി വരുന്നതെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം എക്സാം. ഇത് മറ്റുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. ഓരോ മേഖലയിലും അതിന്റെ സ്റ്റാൻഡേർഡ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ IT-യിൽ അല്ലെങ്കിൽ മറ്റുള്ള ഇതര സ്ഥാപനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത് 9001 2008 എന്ന എൻവയോൺമെന്റ് മാനേജ്മെന്റ് മേഖലയിൽ വരുന്ന അവർ ISO സ്റ്റാൻഡേർഡ് എന്താണെന്ന് വെച്ചാൽ ISO 14001 2004 ആണ്. ഈ 2004, 2002, 2003 എന്ന് പറയുന്നത് ഏത് വർഷം ISO ലഭിച്ചു എന്നാണ്. അല്ലെങ്കിൽ അത് ചേഞ്ച് ആവുന്നെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇയർ ചേഞ്ച് ആവും. ഇപ്പം 2019 എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ISO 14001 2019 ആയിട്ട് മാറും. അപ്പൊ ഏത് വർഷം അതിന്റെ അപ്ഡേഷൻ വന്നോ ആ കമ്പനി അപ്ഡേഷനിലേക്ക് മാറിയിട്ടുണ്ടോ, ആ ഡോക്യുമെന്റ്സ് പ്രകാരം അവര് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ ആ വർഷം അവിടെ ചേഞ്ച് ആയി വരും. അതേപോലെ ഓട്ടോമോട്ടീവ് സെക്ടറിനെ സൂചിപ്പിക്കുന്ന ISO സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 16949 2002. മെഡിക്കൽ സർവീസ് സെക്ടർ ആണെങ്കിൽ 13485 2003. അതുപോലെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് സിസ്റ്റം അത് 27001 2005. അതേപോലെ ISO 22000 2005 അത് ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ്. നെക്സ്റ്റ് എക്സാം ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ ISO സ്റ്റാൻഡേർഡ് ചോദിച്ചിട്ടുണ്ട്. അത് 18001 2007. ടെലികമ്മ്യൂണിക്കേഷൻ TL 9000. അതേപോലെ സോഷ്യൽ
അക്കൗണ്ടബിലിറ്റി, അത് SA 8000. അപ്പൊ ഇത് ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. ഇത് എക്സാമിന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. കൂടുതൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ ISO സ്റ്റാൻഡേർഡ് ചോദിച്ചിട്ടുണ്ട്. 18,000 2007. ഇതിനകത്ത് മറ്റുള്ള സ്റ്റാൻഡേർഡിലെ വ്യത്യാസം കാണിക്കാൻ വേണ്ടി മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇനി ISO രജിസ്ട്രേഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സ്റ്റെപ്പുകൾ. ഇപ്പൊ നിങ്ങൾക്കൊരു സ്ഥാപനമുണ്ട്, അതായത് നിങ്ങളൊരു IT കഴിഞ്ഞിട്ടൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആ സ്ഥാപനം ISO രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ സ്റ്റെപ്പുകൾ അറിഞ്ഞിരിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ISO രജിസ്ട്രേഷൻ സർട്ടിഫിക്കേഷൻ വേണമോ വേണ്ടയോ എന്ന് നമ്മുടെ ടോപ്പ് മാനേജ്മെന്റ്, ഏതൊരു സ്ഥാപനത്തിലും ഒരു ടോപ്പ് മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ ഒരു മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ് ഉണ്ട്. അവിടെ ഈ തീരുമാനം എടുക്കുന്നത് ടോപ്പ് ലെവലിലാണ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ഇൻസ്ട്രക്ഷൻസ് മൊത്തം ടോപ്പിൽ നിന്ന് ലോവർ ലെവലിലേക്കാണ് പോകുന്നത്. സജഷൻസും മറ്റും ലോവർ ചെയ്യുന്ന അപ്പർ ലെവലിലേക്ക് പോകുന്നു. ഒരു ഡൗൺ പ്രോസസ്, അപ്പ് പ്രോസസ് നടക്കുന്നുണ്ട് അവിടെ. കാര്യം സജഷൻസും നമ്മൾ കളക്ട് ചെയ്താണ് ടോപ്പ് ലെവലിലേക്ക് പോകുന്നത്. അതേപോലെ ഇൻസ്ട്രക്ഷൻസും മറ്റും ടോപ്പ് ലെവലിൽ നിന്ന് മിഡിൽ ലെവലിൽ പാസ് ചെയ്യും, മിഡിൽ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കാണ് പാസ് ചെയ്യുന്നത്. അപ്പം തീരുമാനങ്ങൾ എടുക്കുന്നത് മൊത്തം ടോപ്പ് ലെവലിലാണ്. അപ്പൊ ടോപ്പ് മാനേജ്മെന്റ് ആദ്യം ഒരു തീരുമാനം എടുക്കണം: ISO 9000 രജിസ്ട്രേഷനിലേക്ക് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷനിലേക്ക് പോകണം വേണ്ടേ? അതാണ് അവിടെ നടക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസിനെയും അതേപോലെ തന്നെ മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവിനെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം നമ്മുടെ IT സംബന്ധിച്ചിടത്തോളം നമ്മുടെ MR അല്ലെങ്കിൽ മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത് അതാത് ITയുടെ പ്രിൻസിപ്പൽമാരാണ്. അതേപോലെ മറ്റൊരു സ്ഥാപനം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ബാങ്ക് ആണെങ്കിൽ ബാങ്കിൽ മാനേജർ ആയിരിക്കും അവിടുത്തെ MR എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അപ്പോയിന്റ് ചെയ്യുക ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെ ആ ഒരു പോസ്റ്റിലേക്ക് മാറ്റണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർക്ക് ISO 9001 അവയർനെസ് പ്രോഗ്രാം കൊടുക്കുക അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. കാര്യം ഇവർക്ക് അപ്പൊ അവർക്ക് എന്താണ് ISO, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ ക്വാളിറ്റി മെഷേഴ്സ് നമ്മൾ നോക്കണം എന്നുള്ള Arun sir, I'm Parul this side from ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ. Sir, I'm sorry to interrupt in between. It's actually 10:55, so we'll have to wrap up the class. Okay, ma'am. I'm sorry there was a delay because I was actually not able to locate you on the group. Okay, no problem, ma'am. Yeah, so then the senior called me and he intimated me that this is how you are there in the group and this is what your name is. Yeah, okay, ma'am. When things kicked off. Okay. But we'll have to end this at the right time because then I have to push for another call now. Another class actually. Okay, in 5 minutes I will end the class. Okay, sure, sir. Okay. ക്ലാസ് കഴിയാൻ ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഇനി പ്രധാനപ്പെട്ട എക്സാം ചോദിച്ച് കണ്ട ക്വസ്റ്റ്യൻസ് പറയാൻ നമുക്ക് അവസാനിപ്പിക്കാം. ഈ 5S കോൺസെപ്റ്റില് ഈ 5S എന്താണെന്ന് പഠിച്ചു വെച്ചോണം. പറഞ്ഞിട്ടുണ്ട്. സിറി എന്ന് പറയുമ്പോൾ സോർട്ടിങ് ഔട്ട്, സേറ്റൺ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ്, സിസോ ഷൈൻ അല്ലെങ്കിൽ ക്ലീനിനെസ്, സിക്കേറ്റ്സു സ്റ്റാൻഡർഡൈസേഷൻ, ഷിറ്റ്സുക്കെ സെൽഫ് ഡിസിപ്ലിൻ. ഇത് എക്സാമിന് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. 5S കോൺസെപ്റ്റ് വരുന്ന 5S ഏതൊക്കെ, അല്ലെങ്കിൽ സോർട്ടിങ് ഔട്ട് മീനിങ് വരുന്ന സിറി, അല്ലെങ്കിൽ ഷൈൻ ക്ലീൻനെസ് മീനിങ് വരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അപ്പൊ അതൊന്ന് നോക്കി വെച്ചോളണം. നെക്സ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മറ്റൊരു ക്വസ്റ്റ്യൻ കെയ്സൻ ആണ്. കെയ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ്, ഇതെല്ലാം ജാപ്പനീസ് പദങ്ങളാണ്. സെൻ എന്ന് വെച്ചാൽ ഇംപ്രൂവ്മെന്റ്. അപ്പൊ അതിന്റെ രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ കെയ്സൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഇത് എക്സാമിന് കൂടുതൽ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇത് നോക്കി വെച്ചോണം. അതേപോലെ TQന്റെ എക്സ്പാൻഷൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, അതേപോലെ TQC ടോട്ടൽ ക്വാളിറ്റി കൺട്രോൾ, അതേപോലെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് TQMS, ഇത് എക്സാമിന് മാറി ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ ലാസ്റ്റ് വരുന്നത് 3 MEOs: മുറി, മുറ, മുട. മുറി എന്ന് പറയുമ്പോൾ സ്ട്രെയിൻ ബുദ്ധിമുട്ട്, മുറ എന്ന് പറയുമ്പോൾ ഇൻകൺസിസ്റ്റൻസി പൊരുത്തക്കേട്, മുട എന്ന് പറയുമ്പോൾ വേസ്റ്റ്. ഇത് കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത് മുടയാണ്. വേസ്റ്റ് എന്ന മീനിങ് വരുന്ന 3 MEയിലെ വാക്ക് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് മുടയാണ്. അതേപോലെ ഇൻകൺസിസ്റ്റൻസി വരുന്ന 3 MEയിൽ ഏത് MEO ആണെന്ന് ചോദിച്ചാൽ മുറ, സ്ട്രെയിൻ എന്ന് വരുന്നത് മുറി. ഇതും എക്സാമിന് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതാണ് പ്രധാനപ്പെട്ട. ഇതിലിപ്പം ഒരു ഏരിയ നമ്മൾ പറയാൻ പറ്റാതെ ഉള്ളൂ TPMനെ കുറിച്ച്.
ബാലൻസ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇതിപ്പോ ഇതാണ് കേസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. TQM, TQC, QMS, അതായത് 3MU, മുറി. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ക്വാളിറ്റി, അതിനിടയ്ക്ക് നമ്മൾ IS ഒരു എക്സ്പാൻഷൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. PDCA, പ്ലാൻ ടു ചെക്ക് ആക്ട്, അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ക്വാളിറ്റി സർക്കിളിന് പറയുന്ന മറ്റ് പേരുകൾ പഠിച്ചു കണ്ടിട്ടുണ്ട്. അതേപോലെ ജ്യൂസിന്റെ എക്സ്പാൻഷൻ, ജാപ്പനീസ് സയന്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സ്. സെവൻ ക്വാളിറ്റി ടൂൾസ് ഏതൊക്കെയാണ്, അതിന്റെ ഫങ്ഷൻസ് നിങ്ങൾ പഠിച്ചു വെച്ചോണം. IS ക്വാളിറ്റി ഡിഫൈൻ ചെയ്ത് Q is equal to P/E. അതിൽ Q greater than 1 വന്നു കഴിഞ്ഞാൽ കസ്റ്റമറിന് പ്രോഡക്റ്റിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും. അതേപോലെ IS ക്വാളിറ്റി ഡെഫിനിഷനുകൾ ഡോക്ടർ ജെയിം ജൂറൻ, എഡ്വേർഡ് ഡെമിങ്, ഫിലിപ്പ് ക്രോസ്ബി, ഈ ഡെഫിനിഷൻസ് എല്ലാം പഠിച്ചുകൊള്ളണം. ഇതിലേതെങ്കിലും എക്സാമിന് നിങ്ങൾക്ക് വരാം. ഈ ചാപ്റ്ററിൽ നിന്ന് സാധാരണ 3 തൊട്ട് 4 ചോദ്യമാണ് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഈ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അതേപോലെ ക്വാളിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതേപോലെ ക്വാളിറ്റി സർക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കവറോ ഇഷിക്കാവ. ഹെഡ് ക്വാർട്ടർ, IS ഒരു ഹെഡ് ക്വാർട്ടർ എക്സ്പാൻഷൻ, അതുപോലെ തന്നെ IS ഒരു ഹെഡ് ക്വാർട്ടർ നോക്കി വെച്ചോളണം. പിന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ ISO സ്റ്റാൻഡേർഡ് 18001 2007. പിന്നെ ISO രജിസ്ട്രേഷന്റെ സ്റ്റെപ്പുകൾ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ലാസ്റ്റ് സ്റ്റെപ്പ് സർട്ടിഫിക്കേഷൻ ഓഡിറ്റ്. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് ഏറ്റവും കൂടുതൽ തവണയും ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ 5ാമത്തെ സ്റ്റെപ്പ് ഏത്, 10ാമത്തെ സ്റ്റെപ്പ് ഏത്, അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. ISO രജിസ്ട്രേഷൻ വരുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സർട്ടിഫിക്കേഷൻ ഓഡിറ്റ്, അത് നോക്കി വെച്ചോണം. പിന്നെ 5S വരുന്ന സിറി, സെയ്റ്റൻ, സിസോ, സിക്കേറ്റ്സു, ഷിറ്റ്സുക്കി. സിറി എന്ന് പറയുമ്പോൾ സോർട്ടിംഗ് ഔട്ട്, സെയ്റ്റൻ എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ്, സിസോ എന്ന് പറയുമ്പോൾ ഷൈൻ അല്ലെങ്കിൽ ക്ലീൻനെസ്, സിക്കേറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ, ഷിറ്റ്സുക്കി എന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ. ഹലോ മാം.